സന്തോഷി, നമസ്തേ. 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 ഇന്നൊരു രസകരമായ ഒരു കാര്യമാണ് എനിക്ക് അങ്ങയോട് ചോദിച്ചറിയുവാനുള്ളത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ആചാര്യന്മാരും നമ്മുടെ ആളുകൾ മുഴുവനും എനിക്ക് ഓർമ്മ വെച്ച നാള് മുതൽ സത്യത്തില് തലകുത്തി മറിഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമാണ്. കാരണം ഒരു മനുഷ്യൻ എന്നല്ല, ഒരു ജീവി, ആ ജീവി എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള ജീവിയും ജനിക്കുമ്പോൾ മുതൽ ഗുണം കാക്ഷിക്കാറുണ്ട്. ഗുണം എന്ന ആവശ്യം എല്ലാവർക്കും ഗുണം വേണം, അല്ലേ? അതെ അതെ അതെ. അപ്പോ ഈ ഗുണം എന്നുള്ളത് എന്താണെന്നുള്ളതും ആ ഗുണത്തിന്റെ നമ്മൾ എപ്പോഴും പറയാറുള്ള ആചാര്യന്മാരൊക്കെ സംഭാഷണത്തിലും പ്രഭാഷണത്തിലും നമ്മുടെ പുസ്തകങ്ങളിലൊക്കെ രജോ സത്വ തമോ ഗുണം, 3 ഗുണങ്ങൾ, ത്രിഗുണം. രജോ ഗുണം, സത്വഗുണം, തമോ ഗുണം. അപ്പൊ ഗുണത്തിന് വേണ്ടിയാണ് മുഴുവൻ ആളുകളും എപ്പോഴും എനിക്ക് ഗുണം കിട്ടണം, അല്ലെ സമൂഹത്തിന് ഗുണം കിട്ടണം, അല്ലെ മറ്റെവിടെയും ഗുണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാ പ്രവൃത്തിയുടെയും ലക്ഷ്യം. നഷ്ടം വരാനും ദോഷം വരാനും ആരും ഒന്നിനും ചെയ്യാറില്ല. അപ്പൊ ഗുണം എന്നുള്ളത് 3 തരത്തിലാണ് നമുക്കറിയാവുന്നത്. അത് സത്യത്തിൽ നമ്മുടെ ആചാര്യന്മാര് എനിക്കിതുവരെ സത്യത്തില് പല പ്രഭാഷണങ്ങളും അതേപോലെ പല കാര്യങ്ങളും മനസ്സിലായിട്ട് ഇത് വേർതിരിച്ച് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അത് എന്റെ തെറ്റുകൊണ്ടാവാം, എന്റെ അറിവില്ലായ്മ കൊണ്ടാവാം. ഈ സത്വ തമോ ഗുണങ്ങളെ കുറിച്ച് എന്താണ് ഈ ത്രിഗുണങ്ങള് എന്നങ്ങ് വളരെ ചുരുക്കി എല്ലാവർക്കും മനസ്സിലാകുന്നത് പോലെ അങ്ങൊന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. അതായത് ഈ ഗുണം എങ്ങനെ ജനിക്കുന്നു, ഇത് എന്താണ് ഈ ഗുണം അന്നല്ലേ അറിയണ്ടേ? തീർച്ചയായിട്ടും അത് തന്നെ അറിയണ്ടേ. അപ്പോ ഇതൊരു നല്ല ചോദ്യമാണ്. കാരണം എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, ഈ വേദം പറയുമ്പോൾ ഇത് പറയാതിരിക്കാനും പറ്റില്ല. അപ്പോ തമോ ഗുണം എന്ന് പറയുമ്പോഴത്തേക്കും എന്തോ ഒരിക്കലും വേണ്ടാത്ത ഒന്നാണ് എന്നുള്ളൊരു ചിന്തയും ഇതിന്റെ ഇടയ്ക്ക് കയറി കൂടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയോ അങ്ങനെ മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും. എനിക്കും അങ്ങനെയൊക്കെ തോന്നുന്നു. ഇത് എന്താണെന്ന് വ്യക്തത വരുന്നില്ല. നമുക്ക് ഒരു സംഭവത്തെ മനസ്സിലാക്കി തരുവാൻ, മനസ്സിലാകുന്നത് പോലെ ആക്കി തരുന്നതിന് വേണ്ടി എനിക്കത് മനസ്സിലായിട്ടില്ല ഇതുവരെ. സത്യത്തില് ഒരു മായാരൂപത്തിലാണ് നിൽക്കുന്നത് ഈ ത്രിഗുണങ്ങള്. അപ്പൊ നമുക്ക് ഏറ്റവും അതിന്റെ മായ മാറ്റി അങ്ങ് തരണം. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഒന്ന് ശ്രമിച്ചു നോക്കാം. ഏറ്റവും ചുരുക്കി പറയാം, അങ്ങ് പറഞ്ഞ പോലെ ഏറ്റവും പരത്തി പറയാതെ ഏറ്റവും ചുരുക്കി എന്ന് ഞാൻ പറഞ്ഞു നോക്കാം. മനസ്സിലായില്ലെങ്കിൽ വീണ്ടും വീണ്ടും ചോദിക്കാം. എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്കിത് സംസാരിക്കാം. എന്നിൽ കഴിയാവുന്ന രീതിയിൽ ഏറ്റവും എളുപ്പത്തിൽ ഞാനിത് പറഞ്ഞൊപ്പിക്കാം. അതായത് മണ്ണ്, ജലം, വായു, അഗ്നി, ആകാശം എന്ന് പറയുന്ന പഞ്ചഭൂതങ്ങള്, ആ പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് ത്രിഗുണം ജനിക്കുന്നത്. അതാണ് ത്രിഗുണം എന്ന് പറയുന്ന അവസ്ഥ. അതായത് പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് ത്രിഗുണം ജനിക്കുന്നത്. അതെ, പഞ്ചഭൂതാത്മകമായി ജനിക്കുന്നതാണ് ത്രിഗുണം. അഗ്നിയും ആകാശവും ചേർന്ന്, വൈറ്റ് എനർജിയും ഡാർക്ക് എനർജിയും ചേർന്ന്, സഞ്ചാരഗുണവും നിശ്ചല ഗുണവും, തമോ ഗുണവും പ്രകാശഗുണവും, താപഗുണവും ശൈത്യഗുണവും ചേർന്ന് 2 രഞ്ജിത രജോ ഗുണം, 2 ധ്രുവ ശക്തികളുടെ രഞ്ജിത രജോ ഗുണത്താൽ ജനിക്കുന്നതാണ് രജോ ഗുണം. അത് ദൈവഗണമാണ്. അത് ഇലക്ട്രോണിന്റേതാണ്. അഗ്നിയും ആകാശവും ചേരുമ്പോഴാണ് ഇലക്ട്രോൺ ആകുന്നത്. അതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. പഞ്ചഭൂതാത്മകമാണ് ഇലക്ട്രോൺ. അഗ്നിയും ആകാശവും ചേർന്നതാണ് ഇലക്ട്രോൺ. വൈറ്റ് എനർജിയും ഡാർക്ക് എനർജിയും ചേർന്നിട്ടാണ് 2 വ്യത്യസ്ത ധ്രുവ ശക്തികൾ, 2 സ്വഭാവമുള്ള 2 ശക്തികൾ, ഒരു ശക്തിയും ഒരു ചൈതന്യവും ചേർന്ന് ജനിക്കുന്നതാണ് നെഗറ്റീവ് ഗണമായിരിക്കുന്ന ഇലക്ട്രോൺ എന്ന് പറയുന്ന കണം. ആ കണത്തിനാണ് രജോ ഗുണം എന്ന് പറയും. ഈ ഇലക്ട്രോണിന്റെ ഗുണമാണ് ദൈവഗുണം എന്ന് പറയുന്ന, ദൈവകണം എന്ന് പറയുന്ന, കാരണകണം എന്ന് പറയുന്ന ആ കണത്തിന്റെ ഗുണമാണ് രജോ ഗുണം. വികാര, വിചാര, വിദ്വേഷ, വിപരീത വൈരാഗ്യങ്ങളെ സൃഷ്ടിക്കുന്ന, കാമക്രോധാദികളെ സൃഷ്ടിക്കുന്ന, വിവേകത്തെ സൃഷ്ടിക്കുന്ന, വൈരാഗ്യത്തെ സൃഷ്ടിക്കുന്ന ഗുണമാണ് ആ രജോ ഗുണം. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ രതിഗുണം എന്നും പറയാം. അത് പരമാത്മ ചൈതന്യമായിരിക്കുന്ന ജന്തുലോകത്തിന്റെ ഗുണമാകുന്നു. അതാണ് ഇലക്ട്രോണിന്റെ ഗുണമാണ്. അത് വേദത്തിലേക്ക് വരുമ്പോൾ ദൈവകണം എന്ന് പറയുന്ന കണത്തിന്റെ ഗുണമാണ്. ഇനി ന്യൂട്രോൺ എന്ന് പറയുന്നത് വായുവിന്റെ ഗുണമാണ്. ഏകഭൂതമാണ് വായു, ജൈവകണമാണ്.
ആ ജൈവഗണമായിരിക്കുന്ന വായുവാണ് ജീവന് കാരണമായിരിക്കുന്നത്. 2 ജീവലോകങ്ങൾ, അതായത് 3 ജീവലോകങ്ങളും നിറഞ്ഞിരിക്കുന്നത് ആ വായുവിലാണ്. അപ്പൊ അതാണ് സത്വഗുണം. സത്വഗുണം എന്ന് പറഞ്ഞാൽ ഈ വായുവിൽ നിറഞ്ഞിരിക്കുന്ന 2 പ്രധാനപ്പെട്ട ജീവലോകങ്ങൾ. 3 ജീവലോകമുണ്ട്. ഉൽപാദകര്, ഉപഭോക്താക്കൾ, വിഘാടകർ എന്ന് പറയുന്ന 3 ജീവലോകമുണ്ട്. അതില് സസ്യലോകമാണ് സത്വഗുണത്തിന് കാരണമായിരിക്കുന്നത്. വായുവിനുണ്ടാകുന്ന, ന്യൂട്രോണിനുണ്ടാകുന്ന ഗുണമാണ്, ജൈവഗണത്തിലുണ്ടാകുന്ന ഗുണമാണ് സത്വഗുണം. വൃക്ഷലോകത്തിന്റെ ഗുണമാണ്, സസ്യലോകത്തിന്റെ, പ്ലാന്റിന്റെ ഗുണമാണത്. അതായത് സ്വാത്വികതയാണ്. വികാര, വിചാര, വിദ്വേഷ, വൈരാഗ്യങ്ങളൊന്നുമില്ലാത്ത സത്വഗുണമാണ്. ഈ വായുവില് അമൃത ഗുണത്തെ നിറയ്ക്കുന്ന, ജൈവഗണത്തെ നിറയ്ക്കുന്ന ഗുണമാണ് ഈ സത്വഗുണം. സാത്വിക ഗുണമാണത്. ഇനി മണ്ണും ജലവും ചേർന്നിട്ടാണ് പ്രോട്ടീന് കാരണമായിരിക്കുന്ന ഗുണം. മണ്ണ് ശിവനാണ്, ജലം പാർവതിയാണ്. മണ്ണ് പ്ലസ് ജലം സമം മഹാദേവൻ സമം പ്രോട്ടോൺ. ഈ പ്രോട്ടോണിനുണ്ടാകുന്ന ഗുണമാണ് തമോ ഗുണം, തമസ്സിനു കാരണമായിരിക്കുന്ന ഗുണം. ഭൂമിക്ക് പ്രകാശത്തെ മറച്ച് ഇരുളിനെ സൃഷ്ടിക്കുവാനും ഇരുളിനെ മറച്ച് പ്രകാശത്തെ സൃഷ്ടിക്കുവാനും കഴിയും. അപ്പോ ഈ പ്രകാശത്തെ മറച്ച് തമസിനെ സൃഷ്ടിക്കുവാൻ കഴിയുന്ന ആ തമോ ഗുണകാരണനായിരിക്കുന്ന പ്രോട്ടോൺ. നമ്മൾ പ്രോട്ടീനുള്ള ശരീരമാണെങ്കിൽ നമുക്ക് ഷാഡോ, നിഴലിനെ സൃഷ്ടിക്കുവാൻ കഴിയും. അപ്പൊ സ്ഥൂല കണമായിരിക്കുന്ന നിഴലിനെ സൃഷ്ടിക്കുവാൻ, തമോ ഗുണത്തെ സൃഷ്ടിക്കുവാൻ കഴിവുള്ള ആ പ്രോട്ടോൺ എന്ന് പറയുന്ന കണം, അതാണ് ശൈവഗണം. ആ ശൈവഗണത്തിന്റെ ഗുണമാണ് തമോ ഗുണം. അതായത് മോഡേൺ സയൻസിൽ പറഞ്ഞാൽ ഇലക്ട്രോണിന് രജോ ഗുണമാണ്, ന്യൂട്രോണിന് സത്വഗുണമാണ്, പ്രോട്ടോണിന് തമോ ഗുണമാണ്. ദൈവഗണം. ഈ മൂന്ന് ഗുണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കുറവ്, അല്ലെങ്കിൽ ഒന്നിന് പവർ കൂടുതലെന്നോ കുറവെന്നോ, ഒന്ന് വേണ്ടാത്തതെന്നോ ഏറ്റവും പ്രധാനപ്പെട്ടതെന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മൂന്നും ഒരേപോലെയാണോ? അതിനകത്ത് ഏറ്റവും വലിയ രസം, അറിഞ്ഞിരിക്കേണ്ട ഒരു രസം എന്ന് പറഞ്ഞാൽ, ആത്മാവ്, മനസ്സ്, ശരീരം എന്നിവയ്ക്ക് കാരണമായിരിക്കുന്ന ദൈവഗണം, ജൈവഗണം, ശൈവഗണം എന്ന് പറയുന്ന 3 കണങ്ങളാണ്. ഈ 3 കണങ്ങളും ചേർന്നിട്ടാണ് ജീവൻ ജനിക്കുന്നത്. ഈ പ്രപഞ്ചം മുഴുവൻ ഈ ത്രികണങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. സമയം പോലും ത്രികാലങ്ങളുള്ളതാണ്. ഈ ലോകം പോലും ത്രിലോകങ്ങളുള്ളതാണ്. നമ്മുടെ ശരീരത്തിൽ പോലും ത്രിഗണ വൈഭവമുള്ളതാണ്. ആത്മാവ്, മനസ്സ്, ശരീരം എന്നിവയാൽ ഈ ത്രിഗണ വൈഭവത്താൽ ത്രിദോഷങ്ങളും അനുഭവിക്കുന്നതാണ്. വാദം, പിത്തം, കഫം എന്ന് പറയുന്ന ത്രിദോഷങ്ങളും അനുഭവിക്കുന്നതാണ്. അപ്പൊ ഈ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ ഭൂമിയിലെ, അതായത് നമ്മുടെ ഈ പരബ്രഹ്മമായിരിക്കുന്ന സൂര്യന്റെ കരുണയാൽ പരമശിവനായിരിക്കുന്ന ഈ ഭൂമിയിലെ, അതായത് പരമാണുവിന്റെ ഏറ്റവും വലിയ രൂപമായിരിക്കുന്ന ഭീമനായിരിക്കുന്ന ഈ പരമശിവനായിരിക്കുന്ന ഭൂമിയിലെ ത്രിഗണ വൈഭവത്താലാണ്. ത്രിശൂലിയായാണ് ശിവൻ, ത്രിശൂലധാരിയാണ് ശിവൻ. അതായത് ത്രിഗുണിയാണ്. ത്രിഗുണം നിറയേണ്ടതുണ്ട്. ത്രിഗുണത്തിൽ ഏതെങ്കിലും ഒരു ഗണത്തിന് ക്ഷാമം വന്നാൽ അതിനെ ക്ഷേമപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ക്ഷേത്രയന്ത്രം, ക്ഷേത്രങ്ങൾ. ആ ത്രിഗുണിയാണ് കൂവളം. കൂവളം കെട്ടിടം, നാരകം നട്ടിടം. നരകം നട്ട പോലെയാകും. അത് ത്രിഗുണം നഷ്ടപ്പെട്ടാൽ, ഏതെങ്കിലും ഒരു ഗുണം നഷ്ടപ്പെട്ടാൽ അവിടെ നരകത്തെ നട്ടതുപോലെയാകും എന്നാണ് പ്രമാണം. ഇതാണ് ആ പ്രമാണത്തിന്റെ അന്തസത്ത അല്ലേ? അതെ അതെ. നാരകം നട്ടിടം എന്ന് വെച്ചാൽ, നാരകം എന്ന് പറഞ്ഞാൽ നരകം നട്ട ഇടമാകും. കൂവളം ഇടം. കൂവളമാണ് ശിവന് ഏറ്റവും പ്രിയമുള്ളത്. കാരണം ത്രിശൂലിയാണ് ശിവൻ. നമ്മുടെ അക്ഷരങ്ങൾ പോലും ആ ത്രിഗുണ വൈഭവത്താലാകുന്നു. സ്വരാക്ഷരങ്ങൾ, ചില്ലക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങളൊക്കെ ഇതെല്ലാം പഞ്ചഭൂതാത്മകമാണ്. സർവ്വതും അങ്ങനെ തന്നെയാണ്. അപ്പോ കാരണ, സൂക്ഷ്മ, സ്ഥൂല കണങ്ങൾ. നമ്മളുടെ ശരീരം 3 അവസ്ഥയുണ്ട് എന്ന് പറയും. ആത്മാവ്, മനസ്സ്, ശരീരം. കാരണ ശരീരം, സൂക്ഷ്മ ശരീരം, അത് മനസ്സാണ് സൂക്ഷ്മ ശരീരം. കാരണ ശരീരം ആത്മാവാണ്. സ്ഥൂല ശരീരം നമ്മളുടെ പ്രത്യക്ഷമായിരിക്കുന്ന, നിഴലിനെ സൃഷ്ടിക്കുന്ന, തമസിനെയും സൃഷ്ടിക്കാൻ കഴിവുള്ള തമോ ഗുണമായിരിക്കുന്ന ശരീരമാണ്. നമ്മുടെ മനസ്സിന് സത്വഗുണമായിരിക്കണം, നമ്മുടെ ബ്രെയിന് രജോ ഗുണമായിരിക്കണം, നമ്മുടെ ശരീരത്തിന് തമോ ഗുണമായിരിക്കണം. ഇത് ത്രിഗണ വൈഭവത്തിന്റെ ഗുണമാകുന്നു.
ഇതിനെ ഒന്നിനെയും ഒഴിവാക്കാൻ പറ്റില്ല. ഇതിൽ നിന്ന് എങ്ങനെ എത്ര ദോഷങ്ങൾ ശരി ഉണ്ടാവുന്നത്? ഈ ത്രിദോഷങ്ങൾ ഉണ്ടാകുന്നത് വലിയൊരു സബ്ജക്റ്റാണ്. അതായത് വാതം, പിത്തം, കഫം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചെന്നാൽ ഇതിന്റെ സന്തുലിതമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് വ്യതിയാനം സംഭവിക്കുന്നതാണ്. നമ്മുടെ ആഹാര, നീഹാര, ആചാര രീതികളിൽ വ്യതിയാനം സംഭവിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ദോഷമാണ് ഈ വാതം, പിത്തം, കഫം എന്ന് പറയുന്നത്. അത് ആയുർവേദത്തിന്റെ വലിയൊരു സബ്ജക്റ്റാണ്. നമുക്ക് അതിനകത്തേക്ക് പോകാം.